എല്ലാവർക്കും ഇന്നത്തെ ഫാം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശു പ്രസവിച്ച വിവരം എല്ലാവർക്കും അറിയാം. നമ്മുടെ മുന്നിട്ടുള്ള വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകിടിൽ നീര് നന്നായി കല്ലച്ചു തുടങ്ങി. കല്ലച്ചിട്ടില്ല, പക്ഷേ അകിടിൽ നീര് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം പാലിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ. ഇതായി കാണുന്നതൊക്കെ അതിൻ്റെ നീരാണ്. അപ്പോൾ ഈ നീര് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കണ്ട പാലൊന്നും ഇപ്പോൾ ഞെക്കിയാൽ വരില്ല, പക്ഷേ അകിടൊക്കെ നന്നായി വീർത്തിരിക്കും. അതാണ് നീരിൻ്റെ ഒരു ലക്ഷണം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ നാടൻ രീതിയിൽ ചെയ്യണ 1-2 കാര്യങ്ങളുണ്ട്. ഒരെണ്ണത്തിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് നാടൻ രീതിയിലുള്ള ഒരു ചെറിയ എല്ലാവരുടെ വീട്ടിൽ ഒരു വിധമൊക്കെ കാണപ്പെടുന്ന നമ്മുടെ കറ്റാർ വാഴയും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മളിതിനെ തേച്ചിടാൻ പോണത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മെഡിസിൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 5-6 ദിവസം തേച്ചിട്ട് കഴിഞ്ഞാൽ ഈ നീരിൻ്റെ ഈ ഒരു കല്ലപ്പ് കംപ്ലീറ്റ് പോവും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ ഈ പശുക്കൾക്കൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാറെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് പരീക്ഷിച്ചിട്ട് ഞാൻ മുന്നേ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പശുവിന് ഇതുപോലെ ഉണ്ടായിട്ട് അതിന് നമ്മൾ പരീക്ഷിച്ചപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇതിനും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതാ ഒരു കറ്റാർവാഴയുടെ ഒരു തണ്ട് കട്ട് ചെയ്യുക. കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ അറിയാത്തവർ ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയണതാണ്. എങ്കിലും നമുക്കിതിൻ്റെ ജെല്ലും അതുപോലെ എത്രയാണോ നമ്മൾ ജെല്ലെടുക്കണത് അതിനനുബന്ധമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് തേച്ച് കൊടുക്കേണ്ടത്. തേച്ച് കൊടുക്കുന്നത് ഒരു മിനിമം 2 നേരമെങ്കിലും തേച്ച് കൊടുക്കണം. അതൊരു 3 നേരം തേച്ച് കൊടുക്കണതാണ് വളരെ നല്ലത്. അപ്പോൾ നമുക്കിതിൻ്റെ ജെല്ലെടുത്തിട്ട് സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള ജെല്ലെടുത്തിട്ടുണ്ട്. ഇതൊരു പ്രായലക്കയിൽ ആണ് നമ്മൾ എടുത്തുള്ളത്. അതിപ്പോൾ ഒരു തരി വ്യത്യാസം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 2 ഈക്വലാണെന്നുണ്ടെങ്കിൽ കറക്റ്റായി. ഇനിയിപ്പോൾ ഒരു തുള്ളി കുറഞ്ഞാലും കൂടിയാലും ഒന്നും കുഴപ്പമില്ല. ഇനി നമുക്കിത് നന്നായി ഇതിൽ ഉടച്ച് ചേർക്കാട്ടോ. നമുക്കിനി എന്തെങ്കിലും കാരണത്താൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ഒന്ന് ഉടച്ചിട്ട് 2 കൂടി മിക്സ് ചെയ്താലും മതി. അത് 2 കൂടിയിട്ട് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിൽ കണ്ടോട്ട് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി കൂട്ടി യോജിപ്പിച്ചു. അതായത് ഈ ഒരു ടെസ്റ്ററിലാണ് വരികയത് കണ്ട. ഇനി ഇത് നമ്മൾ നന്നായിട്ട് അകിടിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് തേച്ച് കൊടുക്കുക എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അത് പറയുക, മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരമാവും. അപ്പോൾ അതാണ് നമ്മുടെ ഇനി ഇതുപോലെ നിങ്ങളുടെ പോത്തിനെ പശുവിനെ എന്തിനേലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ വീഡിയോ ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മളിതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അകിടിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ജെല്ലെടുത്തിട്ട് ഇതുപോലെ കയ്യിലെടുക്കുക, നന്നായി തേച്ച് കൊടുക്കുക കേട്ടോ. ഇതുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് ഇതിൻ്റെ മേൽഭാഗവും അതുതന്നെ എല്ലാ പോർഷനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായി പിടിപ്പിക്കുക. ഇതൊരു നല്ല വഴുവഴുപ്പുള്ളതായ കാരണം അവിടെ കോട്ടായിക്ക് എടുക്കും. അപ്പോൾ ലേശം മോൾ ഭാഗത്തുനിന്ന് ആക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഊർന്നിറങ്ങിയിട്ട് എല്ലാ ഭാഗത്തും എപ്പോഴും അതിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കിട്ടൂട്ടാ.
അതുപോലെ ബാക്ക് സൈഡ് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ നമ്മൾ നന്നായി തേച്ച് കൊടുക്കും. ഇനിയിപ്പോൾ ഇത് സ്വല്പം നക്കി കഴിച്ചുകൊണ്ട് കുഴപ്പമുള്ളതല്ല, നമുക്കിതൊരു വരമരുന്നായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ അങ്ങനെ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അതിലെന്തൊക്കെ ചേർക്കണോ എങ്ങനെയൊക്കെയാണ് ചെയ്യാറ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ നല്ല രീതിയിലുള്ള കണ്ടീഷനായി. ഇപ്പോൾ 2-4 ദിവസമായി ഞാനിപ്പോൾ ഇത് ചെയ്യണു. നീരൊക്കെ കുറഞ്ഞു വന്നു. മറ്റേത് ഇതുപോലെയൊന്നല്ല, ഇവിടെ ഇങ്ങനെയൊന്നും ഒരു ചുളുക്കുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നീര് വറ്റി വരുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കണ്ട, ഇവിടെയൊക്കെ നീര് കുറഞ്ഞു തുടങ്ങി. മൊത്തത്തിൽ നീരിന് നല്ല മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി പോരാത്തത് 2-4 ദിവസം കൂടി ആകുമ്പോഴത്തേനും ഫുള്ളായിട്ട് അതിനനുസരിച്ച് പാല് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്ത കാരണമാണ്. മറ്റേതിങ്ങനെ ഒരു ഉറച്ചുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കുറച്ചൊക്കെ സ്പേസ് കണ്ട അവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇതേപോലെയൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ഇറക്കമൊന്നും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നില്ല, നല്ല തിക്കായിട്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് നിറച്ച് പാലുണ്ടാവും, പാലിൻ്റെ അളവ് കൂടുതലായിട്ടാവുമെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ ആ കൊളസ്ട്രോൾ മിൽക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ കറക്കുമ്പോൾ കുട്ടി കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ പിടിച്ചപ്പോഴാണ് മനസ്സിലായത് പാലിൻ്റെ അളവ് കുറവാണ്. കുട്ടീനെ മാറ്റി നിർത്തിയപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, ഇത്രയൊക്കെ ചെയ്യണ്ടോ. എന്നിട്ടും നമുക്ക് ഇതിൽ മാറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കരുത്. ദഗടിൻ്റെ കാര്യമാണ്, നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ഇതിപ്പോൾ കണ്ട കുറഞ്ഞു തുടങ്ങി, നീര് കുറഞ്ഞു തുടങ്ങി, അങ്ങനെ ഫ്ലീറ്റ് വന്നു തുടങ്ങി. മറ്റേത് ഇങ്ങനെ ചുളിക്കൊന്നും വന്നിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 5 ദിവസം കൂടി കഴിഞ്ഞാൽ നല്ല വ്യത്യാസമാവും. പേടിക്കാനൊന്നുമില്ല, അതിൽ വേറെ കാര്യപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമ്മൾ തന്നെ ചെയ്യുക. പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക, അറിയില്ലെങ്കിൽ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.